നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഹിജറ വർഷത്തിലെ റമദാൻ മാസത്തിൽ ഉടനീളം ആചരിച്ച വ്രതാനുഷ്ഠാനത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ ഈദ് നമസ്കാരം നടന്നു. വ്രതശുദ്ധിയാൽ ശരീരത്തിനെയും മനസ്സിനെയും ആത്മചൈതന്യത്തിന്റെ നിറവിലെത്തിച്ച ശേഷമാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ വരവേൽക്കുന്നത്. ആരും പട്ടിണി കിടക്കരുതെന്ന സന്ദേശമുയർത്തി ഫിദർ സക്കാത്തിന് ശേഷമാണ് പെരുന്നാൾ ആഘോഷത്തിന് തുടക്കമാവുന്നത്. പെരുന്നാൾ നൽകുന്നത് മാറ്റത്തിന്റെ സന്ദേശമാണെന്നും ആത്മനിയന്ത്രണത്തിന്റെ വഴിയിൽ വ്രതശുദ്ധിയുടെ തീരമണഞ്ഞ് ആത്മീയ ജീവിതത്തിൽ സജീവമാക്കുകയാണ് ചെറിയ പെരുന്നാളെന്നും പരസ്പര വിദ്വേഷവും വെറുപ്പും വളർത്തി വിഭാഗ്യതയ്ക്ക് ആക്കം കൂട്ടുന്ന എല്ലാ പ്രവണതകളെയും മാറ്റത്തിലേക്ക് നയിക്കാൻ പെരുന്നാൾ ആഘോഷത്തിന്റെ ചേർത്തുപിടിക്കലുകൾക്കും ആലിംഗനങ്ങൾക്കും സാധ്യമാവണമെന്നും പി.കെ. സക്കരിയ സ്വലാഹി അഭിപ്രായപ്പെട്ടു. മുസ്ലിം സമൂഹമേ, കേവലം നാമത്തിൽ മാത്രമുള്ള ഇസ്ലാമല്ല, കേവലം ഏതെങ്കിലും രൂപത്തിലുള്ള ഇസ്ലാമല്ല, കേവലം പ്രകടനപരതയല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണമായ സമർപ്പണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നാം ജനിക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി തന്ന, നാം ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിലുള്ള സമയത്ത് ജീവിക്കാൻ ആവശ്യമായ സകല മാർഗങ്ങളും നൽകിയിട്ടുള്ള ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന് നിങ്ങളെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് സഹജീവികളെ ചേർത്ത് പിടിച്ച് മനുഷ്യനായി ജീവിക്കുവാനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകിയ പ്രഖ്യാപനമാണ് ഈദുൽ ഫിത്റിന്. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് നമ്മുടെ നാവുകളിൽ വിട്ട തക്ബീർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീയാണ് വലിയവൻ, നീയാണ് വലിയവൻ, നീയാണ് വലിയവൻ, നീയല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, നീയാണ് വലിയവൻ, നിനക്കാണ് സർവസ്തുതി എന്നത് കേവലം മുൻവിടാനുള്ള വാചകങ്ങളല്ല, ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാനുള്ളതാണ്. അല്ലാഹുവിന് ജീവിതം സമർപ്പിച്ചുകൊണ്ട് മനുഷ്യനെന്ന നിലക്ക് എങ്ങനെ ജീവിക്കാമെന്ന് കാണിച്ചു തന്ന പ്രവാചക മാതൃകളിലേക്ക് തിരികെ പോകാൻ ഈദുൽ ഫിത്ർ നമ്മെ സഹായിക്കാം. അത് മാത്രമാണ് ലഹരി എന്ന ക്രൂരതക്ക് ആ ലഹരി എന്ന് പറയുന്ന സാമൂഹിക വിപത്തിനെതിരെ ശബ്ദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അപാനുമാരെ ഓർമ്മപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ, ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി, ഹൈക്കോടതി ജഡ്ജ് മുഷ്താഖ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. ഇന്ന് വിശ്വാസി സമൂഹം ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈ ഒരു മാസം നേടിയെടുത്ത ആത്മചൈതന്യം അത് ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോകാൻ സാധിക്കണം. അതോടൊപ്പം സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സുഹൃത നിമിഷങ്ങൾ കൈമാറാനുള്ളതായിരിക്കണം ഈദ് ആഘോഷം എന്നുള്ളതാണ്. വർത്തമാനകാലത്ത് ഇന്ന് സൗഹാർദ്ദവും സാഹോദര്യവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനുമാണ് ഓരോ ഈദും ഓർമ്മപ്പെടുത്തുന്നതെന്നാണ് വിശ്വാസി സമൂഹത്തോടും മുഴുവൻ ജനങ്ങളോടും പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും കണ്ണൂർ സിറ്റി ചാനലിൻ്റെ ഈദ് ആശംസകൾ നേരുന്നു. ഈ ദിനത്തിൻ്റെ മാഹാത്മ്യം, അതിന് പ്രാധാന്യം ഒരു മുഖവരി നൽകേണ്ട കാര്യമില്ല. മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സമർപ്പണത്തിൻ്റെ, ആചാരത്തിൻ്റെ, അനുഷ്ഠാനത്തിൻ്റെ ഒരു അനുഗ്രഹീതമായ വിശുദ്ധമായ ദിനങ്ങൾക്ക് ശേഷം ഇന്ന് ഈ പെരുന്നാൾ ദിനം ആഘോഷിക്കുകയാണ്. മാനവികത, മനുഷ്യസ്നേഹം, ആ മനുഷ്യനായി കാണാൻ കഴിയുന്ന ഇസ്ലാം മതം, പട്ടിണി കിടക്കുന്നവൻ്റെ വേദന, ജീവിതത്തിൽ ദുഃഖവും വേദനയും സഹിക്കുന്ന മനുഷ്യൻ്റെ വികാരവിചാരങ്ങൾ, അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള സമർപ്പണത്തിൻ്റെ കൂടി അനുഗ്രഹീതമായ പ്രാർത്ഥനാ ദിനങ്ങളാണ് കടന്നുപോയത്. ഈ വർഷം ലഹരിക്കെതിരായിട്ടുള്ള സന്ദേശം കൂടി പ്രചരിപ്പിക്കപ്പെടുകയാണ്. അത് ഏറ്റവും വലിയ കർമ്മമാണ്. ലഹരി ഉണ്ടാക്കുന്ന അത്യന്തം ആപൽക്കരമായ വിപത്ത് നമ്മുടെ നാടിനെ, ലോകത്തെ രക്ഷിക്കാനുള്ള ഒരു വലിയ മഹിതമായ ധർമ്മമായി നിർവഹിക്കാൻ കഴിയണം. അത് നിർവഹിക്കാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയാണ് ഇസ്ലാം മതം. വിശക്കുന്നവൻ്റെ വിശപ്പ്, ദുഃഖിക്കുന്നവൻ്റെയും വേദനിക്കുന്നതിൻ്റെയും പ്രയാസങ്ങൾ, ഇതെല്ലാം അറിയുന്ന ഒരു മഹാസംഘാടനം ആ സമൂഹം ഈ നിലപാട് കൂടി സ്വീകരിച്ചത് ഏറ്റവും നന്നായിട്ടുണ്ട്. അത് വിജയകരമായി തീരട്ടെ. അതിന് തീർച്ചയായും അനുഗ്രഹം, അല്ലാഹുവിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഉണ്ടാകട്ടെ എന്നുകൂടി ഞാൻ സന്ദർഭത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിനാചരണ ആശംസകൾ ഞാൻ ഹൃദയപൂർവ്വം സമർപ്പിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ നേരുന്നു. ഞങ്ങളിന്ന് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് ഈദ്ഗാഹിൽ പങ്കെടുത്തത്.
സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി ഈദ് നമസ്കാരത്തിന് ശേഷം ആളുകൾ സൗഹൃദം പങ്കിടുകയാണ്. ഇന്ന് ഇമാം നൽകിയിട്ടുള്ള പ്രധാനമായ സന്ദേശം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് യുവാക്കളെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ ഒരു വലിയ പ്രതിജ്ഞ മാത്രമല്ല, ഒരു പ്രാർത്ഥന തന്നെ അദ്ദേഹം നടത്തുകയുണ്ടായി. കഴിഞ്ഞ ഒരു മാസം കഠിനമായ വ്രതത്തിന് ശേഷം ഇന്ന് ഈദ് ആഘോഷിക്കുകയാണ്. ഈ ആഘോഷത്തെ ഒരു ആരാധനയായി കണ്ട് അച്ചടക്കവും നിയന്ത്രണവും പാലിക്കണമെന്നുകൂടി ഇമാം ഉദ്ഘോഷിക്കുകയുണ്ടായി. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദാശംസകൾ. സമാധാനത്തിൻ്റെ, പുരോഗതിയുടെ, ശാന്തിയുടെ, ലോകം മുഴുവൻ സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈദ്ഗാഹിൽ നിന്ന് നമ്മൾ പിരിയുന്നത്. ഒരിക്കൽ കൂടി സിറ്റി ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും ഈദാശംസകൾ നേരുന്നു. സഹോദരങ്ങളെ, പെരുന്നാളുകൾ ആഘോഷങ്ങളുടെ സന്ദർഭമാണ്. ആഘോഷങ്ങൾ പരസ്പരം സാമൂഹിക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന രൂപത്തിലാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈദുൽ ഫിത്തർ, അതിലെ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ദാനധർമ്മം, അത് പാവപ്പെട്ടവരെ, പട്ടിണി പാവങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള വലിയ സന്ദേശമാണ്. അഥവാ ഓരോ പെരുന്നാളും ചേർത്ത് പിടിക്കലിൻ്റെ സന്ദേശമാണ് ലോകത്തോട് നൽകിയിട്ടുള്ളത്. ഈ ഈദുൽ ഫിത്തറും അങ്ങനെയാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. സിറ്റി ചാനലിൻ്റെ എല്ലാവിധ പെരുന്നാൾ ആശംസകൾക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി അറിയിക്കുന്നു. മുൻ നഗരസഭാ ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് സാഹിബ്, കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൾ സലാം, KS മുഹമ്മദ് അലി, VP മുനീർ, മഷൂദ്, നിസാമുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഞങ്ങളെ ഈ സ്റ്റേഡിയം കോർണറിൽ ഗ്രൗണ്ടിൽ തുടങ്ങിയിട്ട് ഏകദേശം 1992 മുതൽ സംയുക്ത മുസ്ലിം സംഘടനകൾ നടത്തുന്ന ഈദ്ഗാഹാണിത്. എല്ലാ തവണയും ഓരോ വിഭാഗം ഖത്തീബുമാർ, ഇമാമുമാർ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഈദ്ഗാഹാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത മുസ്ലിം സംഘടനകൾ സംയുക്തമായി നടത്തുന്നതാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈദ്ഗാഹായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 92 മുതൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈദ്ഗാഹാണ്. ഈ ഈദ്ഗാഹ് മറ്റു ഈദ്ഗാഹിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തത പുലർത്തുന്നതാണ്. പിന്നെ വിവിധ തുറകളിലുള്ള, നാനാ തുറകളിലുള്ള പ്രമുഖരും ഈ ഈദ്ഗാഹിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ മുതൽ നമ്മൾ സമയം കുറച്ചുകൂടി ചൂടധികമായതുകൊണ്ട് 40 വർഷത്തോളമായി 7:30 മണിക്ക് നടത്തിയിരുന്നത് ഇത്തവണ 7 മണിയിലേക്ക് അഡ്വാൻസ് ചെയ്തു. പക്ഷേ എല്ലാവരും എത്തിയിരുന്നു. ആർക്കും നിസ്കാരം കിട്ടാണ്ടായിട്ടില്ല. വളരെ കൃത്യമായിട്ട് തന്നെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഏകദേശം 5,000-10,000 ആൾക്കാർ ഈ ഈദ്ഗാഹിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കാറുണ്ട്. ചെയർമാനായിട്ട് P. കുഞ്ഞുമുഹമ്മദ് സാഹിബ്, കണ്ണൂരിലെ പഴയ കണ്ണൂർ മുനിസിപ്പൽ ചെയർമാനായിരുന്ന P. കുഞ്ഞുമുഹമ്മദ് സാഹിബാണ് ചെയർമാൻ. അത് ഇപ്പം അടുത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായിരുന്നു, കുറച്ച് നേരത്തെ ഇവിടുന്ന് പോയതാണ്. ഞങ്ങൾ ബാക്കി 6 മെമ്പർമാരാണുള്ളത്. നമ്മൾ 4 ആൾക്കാരും, പിന്നെ ഗസാലി ഉണ്ട്, KS മുഹമ്മദ് അലി ഹാജി ഉണ്ട്, കുഞ്ഞുമുഹമ്മദ് സാഹിബ്, അങ്ങനെ 7 ആളാണ് നമ്മൾ കമ്മിറ്റിയിലുള്ളത്. അതിനിടയിൽ 4 വർഷം നമ്മൾ മഴയായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ആ ഒഴികെ ബാക്കി 32 കൊല്ലമായിട്ട്, അല്ല 33 കൊല്ലത്ത് 4 കൊല്ലം മാത്രം നമ്മൾ മഴയാണ് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഭംഗിയിൽ ഇതേപോലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പ്രാതിനിധ്യമുള്ള ഒരു ഈദ്ഗാഹ്. അതുകൂടി ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഞങ്ങളെ ഈ ഈദ്ഗാഹ് എല്ലാ മീഡിയ വ്യക്തികളും കൃത്യമായിട്ട് കവറേജ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് സിറ്റി ചാനൽ. അതുകൊണ്ട് നിങ്ങളിവിടെ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഇനിയും തുടർന്നും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും നല്ല സഹകരണത്തോടെയാണ് ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.